ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഒരു ലസാനിയ തയ്യാറാക്കി നോക്കാം. ആദ്യമായിട്ടുള്ള ഫില്ലിങ് നോക്കാം. ലേശം ഓയിൽ ഒഴിക്കുക. എന്നിട്ട് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള നന്നായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ലേശം ക്യാപ്സിക്കം, ഞാനൊരു ഹാഫ് ക്യാപ്സിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി നന്നാക്കി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലെക്സ്, ഇനി ലേശം ചിക്കന് നന്നായിട്ട് മിക്സിയിൽ ചതച്ചിട്ട് വേവിക്കാത്ത ചിക്കനായിട്ട് അതേമാതിരി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി പേസ്റ്റ് ചെയ്ത് കണ്ടിട്ട് കൊടുക്കുക. ലേശം ചില്ലി, അതായത് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി വേവാൻ വെക്കുക. വെന്തതിന് ശേഷം ഒന്ന് വാങ്ങി വെക്കുക. ഞാനതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ആയില്ല കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. ലേശം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി നന്നായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 1.5 സ്പൂണ് മൈദ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് കട്ട കുത്താതെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ലേശം പാലാടയ്യ, ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ, ലേശം ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൊണ്ട് കുറുകി വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതെങ്ങനെ ഒരു പാത്രത്തിൽ സെറ്റാക്കി വെക്കാം. ആദ്യം ലേശം നമ്മൾ വൈറ്റ് സോസ് ആഡ് ചെയ്യുക. എന്നിട്ട് 2 എണ്ണം വെച്ചിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം സമൂസ ഷീറ്റല്ലേ, കനം ഉണ്ടാവില്ല. അതുകൊണ്ട് 2 എണ്ണം വെച്ചിട്ടാണ് എടുക്കുന്നത്. ആ ഷീറ്റ് വെച്ചിട്ട് പിന്നെ നമ്മളെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളെ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഒരേ മാതിരി അതിന് ശേഷം ലേശം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ വീണ്ടും ആ ഫില്ലിങ് തന്നെ സമൂസ ഷീറ്റ്, ചിക്കൻ്റെ ഫില്ലിങ്, വൈറ്റ് സോസ്, ഇതൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കുക. അതെല്ലാം ചീസും ഇട്ട് കൊടുത്ത് ഞാൻ ഇതിലേക്ക് സ്ലൈസ് ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അതായത് ഞാൻ ഓവനില്ലാത്തതുകൊണ്ട് ഒരു ചട്ടിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഇത് ഈ ബൗൾ ഇറക്കി വെക്കണം. അതിൻ്റെ ബൗൾ കൊള്ളാത്തതുകൊണ്ട് ഞാൻ വേറൊരു ബൗളിലെടുത്ത് അതിലിട്ടക്കണം. എന്നിട്ട് അതൊരു 45 മിനിറ്റ് ചെറിയ തീയിൽ, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ല അതേമാതിരി ചെറിയ തീയിൽ വെച്ച് കണ്ട് 45 മിനിറ്റ് വേവിക്കുക. നല്ല അടിപൊളി. അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലസാനിയൻ്റെ ഷീറ്റില്ലെന്ന് വിചാരിച്ച് കണ്ട് ഉണ്ടാക്കാതെ നിൽക്കരുത്. നല്ല അടിപൊളി ലസാനിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.